അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ രാത്രിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. രാത്രി എല്ലാവരും കിടന്നു. ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കാൻ വേണ്ടി അമ്മേനെ ഏൽപ്പിച്ച് പോയി. അമ്മയും കിടന്നുറങ്ങി. ഉറങ്ങിയിട്ടുണ്ടാവില്ല, കിടന്നിട്ടുണ്ടാവും. ഇപ്പോൾ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ, സ്കിൻ ആൻഡ് ഹെയർ കെയർ റൂട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നു, പറ്റാറില്ല. അപ്പോൾ ഇന്നാണ് ആ സുദിനം. അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത്, എത്ര കാലമായി യൂസ് ചെയ്യുന്നു, നല്ലതാണോ മോശമാണോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, സ്പോൺസർഷിപ്പ് ഒന്നുമല്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹെയറിന് മുകളിലത്തെ പരിപാടിയാണ്. എനിക്കിഷ്ടമല്ല എൻ്റെ ഫേസിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ ഹെയർ മുന്നോട്ട് തൂങ്ങി കിടക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പോലെ തന്നെ നല്ല ചൂടുവാണല്ലോ, അതുകൊണ്ട് അടച്ചു പോവാമേ അവിടെ. ഓക്കെ, അപ്പം ഇടയ്ക്ക് അമ്മ കയറി വന്ന് കൊളാക്കി. അമ്മ എന്തോ തലാണ എടുക്കാനാണ് വന്ന് പുറത്തേക്ക് വന്നതാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, സ്കിൻ ഹെയർ കെയർ റൂട്ടീനൊക്കെ എന്താണ്, ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടി വന്നേ കേട്ടോ. ഹെയർ കെയർ വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. യൂട്യൂബ് തുറന്നാൽ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് മടുത്ത സാധനമാണ്. ഇതാണ് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മന്തോളായി. ഞാൻ അത് റെഗുലർ യൂസ് ചെയ്യുന്നില്ല, അതായത് എന്നും കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ തീരാനായി, കുറച്ചും കൂടെ ഉള്ളൂ. അതെനിക്ക് സെക്കൻഡ് ബോട്ടിൽ വാങ്ങണം. യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് എഫക്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ഇന്ന് മുതൽ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് മുതൽ റെഗുലറായിട്ട് എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഞാൻ ഹെയർ വാഷ് ചെയ്തത് നൈറ്റാണ്, അതുകൊണ്ട് തന്നെ മുടി ഉണങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, മൊത്തമായിട്ടൊന്നും കൂളായിട്ടില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ റോസ്മേരി വാട്ടറിൻ്റെ ഇതിപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്താലേ നമുക്ക് റോസ്മേരി വരുള്ളൂ. ഞാൻ അധികം എൻ്റെ ഫ്രണ്ട് പോർഷൻസാണ്. ഫ്രണ്ട് പോർഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുടിയെടുത്തിട്ട് അവിടേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ്. കണ്ടോ, സ്പ്രേ ആയിട്ട് വരുന്നത്, സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യും. ആദ്യം തന്നെ മൊത്തത്തിൽ സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ സ്ഥലത്തും സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. മസാജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാൽപ്പിൽ വളരെ നൈസായിട്ട്, എന്താ പറയുക, കൈ ഇങ്ങനെ നമ്മളുടെ വിരലുകൾ മാത്രം നമ്മുടെ സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ അമ്മേൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് ഒരു ഉറങ്ങിയിട്ടില്ല, അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പം ഇത് ഞാൻ യൂട്യൂബിൽ പറയുന്നത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പല സമയത്ത് അറിയണം ഞാൻ മിണ്ടാതിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ, ഹെയർ ഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മസാജിങ് ഏകദേശം കഴിഞ്ഞു. ഒരു 5 മിനിറ്റ്സൊക്കെ മസാജ് ചെയ്യാം കേട്ടോ. എനിക്ക് വയ്യ, ഞാൻ കുറേയൊക്കെ ചെയ്തു. നിങ്ങൾക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണ്, ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ മുടി മുകളിലേക്ക് കെട്ടി വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ മുഖത്ത് എന്തെങ്കിലും തേക്കുന്ന സമയത്ത് മുടി മുഖത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മുടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ബണ്ണ് കെട്ടി വയ്ക്കാം. അറ്റത്തുള്ള മുടിയൊക്കെ കളയണം കേട്ടോ. അറ്റത്ത് ചിലപ്പോൾ 1-2 മുടിയൊക്കെ കാണും, അത് കളയും. ഞാൻ എന്നിട്ട് ബണ്ണിട്ട് വയ്ക്കുക ചെയ്യട്ടെ. എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാനത് ജസ്റ്റ് ബണ്ണ് കെട്ടി വെച്ചു കേട്ടോ. മുകളിലേക്ക് പോണിറ്റെയിൽ പോലെ ആക്കി കെട്ടി, പോണിറ്റെയിലല്ല, എന്താ പറയുക, വീട്ടമ്മമാരൊക്കെ, നമ്മൾ അമ്മമാരൊക്കെ കെട്ടുന്ന പോലെ മുകളിൽ കെട്ടി വെച്ചു. ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വിറ്റാമിൻ സി ഫേസ് വാഷാണ്, ഗാർണിയറിൻ്റെ. ഇതിപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഇതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മുന്നേ. അന്നെനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും നല്ല ഡിവൺ ടോണൊക്കെ തരാൻ ഹെൽപ്പ് ചെയ്യും. ഓവർ ഓയിലി ഉള്ളതൊക്കെ ഒന്ന്
ഓയിലൊന്ന് ലോക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് റീസെൻ്റ്ലി എൻ്റെ അനിയത്തി മേടിച്ചതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ്റെ സാധാ നമ്മളെ നീം ഫേസ് വാഷാണ്. അപ്പം പുതിയത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ട് കാണിച്ചു കേട്ടോ. അപ്പം ഇപ്പം ഞാൻ ഇന്ന് രാത്രി മുഖം കഴുകാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു എന്താ പറയുക, ഒരു ഫോം പോലെയാണത്. ജസ്റ്റ് ഒരു വെള്ള കളറാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകി നമ്മൾ ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം എൻ്റെ ഫേസ് നന്നായിട്ട് ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞുതരാം. ഗുഡ് വൈബ്സിൻ്റെ ഒരു ഡീടാൻ ഗ്ലോ നൈറ്റ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ 1-2 തവണ യൂസ് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഡെയിലി യൂസ് ചെയ്യണം എന്ന് വിചാരിക്കണം. കാരണം ടാനൊക്കെ പിടിച്ച് നന്നായിട്ടൊരു എന്താ പറയുക, ഫേസ് ഒന്ന് ഡള്ളായ പോലെ ഉണ്ട്. പിന്നെ കുറേ കുരുകളൊക്കെ വന്നതാ, 1-2 ഇവിടെ ഉണ്ട്. പിന്നെ ഒന്ന് ഇത് ആക്റ്റീവ് ആക്നെയാണ്. അങ്ങനെ വന്നു പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയൊരു 7 days ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇവർ പറഞ്ഞത് ഒരു 7 ദിവസം കൊണ്ട് തന്നെ നമ്മളുടെ ഫേസിൽ ഒരുവിധം ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നന്നായിട്ട് നമ്മളെ ഫേസിനെ ഗ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ ഇന്ന് എൻ്റെ Day 1 ആണ്. ഗുഡ് വൈബ്സിൻ്റെ ഉപ്ടൻ ഡീടാൻ ഗ്ലോ നൈറ്റ് ക്രീം. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 290 രൂപയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് തുറന്നാൽ ഇങ്ങനത്തെ ഒരു മൂടിയുണ്ട്. ഇതും തുറന്നാൽ നമുക്കൊരു സ്മെല്ലൊക്കെ കൊള്ളാം, നല്ല സ്മെല്ലാണ്. ഒരു എന്താ പറയുക, ഒരു മഞ്ഞളില്ലേ, മഞ്ഞളിൻ്റെ ഒരു സ്മെല്ലാട്ടോ, നല്ല ഫ്രഷ് സ്മെല്ലാണ്. അപ്പോൾ നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം. ലൈറ്റായിട്ട് തേക്കുന്നുള്ളൂ. എനിക്ക് ഈ ചൂടത്ത് നമുക്ക് ഓവറായിട്ട് തേക്കാൻ ഒരു മടി കാണുമല്ലോ, അതുകൊണ്ട് എനിക്ക് നൈസായിട്ട് മടിയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ലൈറ്റായിട്ട് മുഖത്തൊക്കെ ഒന്ന് ജസ്റ്റ് തേച്ചെടുക്കാം. ഒരു 7 ദിവസം നമുക്ക് ചലഞ്ച് പോലെ തേക്കട്ടോ, എന്തെങ്കിലും മാറ്റം വരെ നോക്കാമല്ലോ. അപ്പോൾ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. തേച്ചപ്പോൾ തന്നെ ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്. പിന്നെ ഒന്നാമത് സ്വെറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ക്രീം തേച്ചു. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം പറഞ്ഞുതരാം. എനിക്കൊരു ആക്റ്റീവ് ആക്നെ ഇവിടെ കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആക്റ്റീവ് ആക്നെക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിൽമെൻ്റ് ആണിത്. ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ആക്നെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു തന്ന ഒരു ഓയിൽമെൻ്റ് ആണിത്. ട്രിറ്റിനോയിൻ ക്രീം. ഇത് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. എനിക്കിപ്പോൾ ഇന്നൊരു ആക്നെ വരികയാണെങ്കിൽ അത് ഇന്നിപ്പോൾ രാത്രി ഞാൻ തേക്കുകയാണെങ്കിൽ നാളത്തേക്ക് കുറേ അതിൻ്റെ ആ ഒരു എന്താ പറയുക, പെയിന് കുത്തലൊക്കെ ഒന്ന് മാറി ഒന്ന് മൈൽഡാവാൻ തുടങ്ങും ആക്നെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ. ഞാൻ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഞാൻ വിരൽ ഉപയോഗിക്കാണ്ട് ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒറ്റ ആക്നെയേ ഉള്ളൂ, അത് മാത്രം. ഞാൻ വല്ലാതെ വേർക്കുന്നുണ്ട്. ഈ ക്രീം തേച്ചിട്ടാണ്, നല്ല ഫാൻ ഇടുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കത് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ദേഗേൻ്റെ ലിബാം. ദേഗേൻ്റെ ലിബാമിൻ്റെ പുറം രൂപമൊന്നും ഇല്ല കേട്ടോ, ദേഗേൻ്റെ ലിബാമാണ്. ദേഗേൻ്റെ ലിബാം എന്താ പറയുക, ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് നല്ല പിഗ്മെൻറ്റഡ് ആണെങ്കിൽ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മൾ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും അങ്ങനെ ഒരുപാട് യൂസ്ഫുള്ളുള്ള ഒരു സാധനമാണ് തേക്കേണ്ടത്. ഇത് ഞാൻ 3-4 എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സാധനമാണ് കേട്ടോ, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു സാധനമാണ്. അപ്പം ഇത് രണ്ടെണ്ണം നമ്മൾ റെഗുലറായിട്ടൊരു 7 days, ഇതൊരു 1 week 2 week ഒക്കെ ഞാൻ നോക്കും. ഇതൊരു 7 days ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. എന്താ റിസൾട്ട് വരുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ ഹെയർ കെട്ടി വെച്ചു, എൻ്റെ ഫേസൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞാൻ ക്രീം ഇട്ടു, ഒരു ആക്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽമെൻറ്റ് ഇട്ടു, പിന്നെ ഫേസ് വാഷ് ഇട്ട് കഴുകി നമ്മൾ ലിപ് ബാം ഇട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പം എന്തിൻ്റെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ലിങ്കോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് റിപ്ലൈ തരാം. പിന്നെ വല്ലാതെ ചൂടെടുക്കുന്നുണ്ട്. ഞാൻ ഫാൻ ഇടാത്തത് കാരണം ഞാൻ ഫാനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ല, സൗണ്ടിന് ഭയങ്കര പ്രശ്നമുണ്ട്.
അപ്പോൾ ഫാൻ ഇടാത്തതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ചൂടെടുത്തിട്ട് വയ്യ. അപ്പോൾ ഞാനിത് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ സ്കിൻ കെയർ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പല രീതിയിലും ചെയ്യാം, എന്താ പറയുക, പല പല കാര്യങ്ങളായിട്ട് ചെയ്യാം. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. എൻ്റെ ഒരു തട്ടിക്കൂടി സ്കിൻ കെയർ ആണ്. അങ്ങനെ പുതിയ പുതിയ എന്തെങ്കിലും നല്ല എന്താ പറയുക ഹെൽപ്ഫുൾ ആവുന്ന ഒരു സ്കിൻ കെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എപ്പോഴും ഒരു സ്കിൻ കെയർ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കാം. അറ്റ്ലീസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ തേച്ച് കിടക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കിൻ കെയർ, ചെറിയൊരു സ്കിൻ കെയർ റൂട്ടീൻ മോർണിംഗിലും നൈറ്റിലൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.